നമസ്കാരം. ബിഗ് ബോസിലെ മോർണിംഗ് ടാസ്ക് ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇതിനകത്ത് കിടക്കുന്ന മത്സരാർത്ഥികളെ ഇപ്പോൾ തമ്മിലടുപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം. അത് ഗെയിമിന്റെ ഭാഗമാണ്. നമുക്ക് ആ ടാസ്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്തിനാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ കൂട്ടാനുള്ള അവർ തമ്മിലുള്ള വൈരാഗ്യവും എല്ലാം കൂട്ടുന്നതിനുള്ള ഒരു സംഭവമാണ് ഇന്ന് ചെയ്തേക്കുന്നത്. നമുക്ക് ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ പരിപാടി, ബിഗ് ബോസ് പരിപാടി പ്രേക്ഷകർ എങ്ങനെ കാണുന്നു എന്ന് ഓരോരുത്തരും പറയുമ്പം നമുക്ക് 3 കാര്യങ്ങളാണ് ഏറ്റവും, അതായത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്ന ഒരാളെ പറയാം. എല്ലാവരും പറയണം. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇത് ആരെ ഉദ്ദേശിച്ചാണ്. മനഃപൂർവ്വ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കണ്ണുടച്ച് പറയുന്ന പേര് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. രണ്ടാമത് നല്ലപോലെ ഗെയിം കളിക്കുന്നവരാണ്, നല്ലൊരു ഗുഡ് പ്ലെയർ ആരാണ്. മൂന്നാമത് ഫൈനൽ എത്തുന്ന, അതായത് ഇത് ഗ്രാൻഡ് ഫിനാലെ വരെ എത്താൻ സാധ്യത ഉള്ള ഒരു പ്ലെയർ ആരാണ്. ഇതാണ് ഇന്നത്തെ മത്സരം. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് ഷാനവാസ് അങ്ങോട്ട് പറഞ്ഞു, ക്യാപ്റ്റനാണല്ലോ ഇപ്പോഴത്തെ, വന്നിട്ട് പറഞ്ഞത് അനീഷിന്റെ പേരാണ്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നു, മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നു, ക്യാപ്റ്റനായിരുന്നപ്പോ ഒന്നും ശ്രദ്ധിച്ചില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ അനീഷിന്റെ തലയിലോട്ട് ആദ്യത്തെ പ്രശ്നം വെച്ചു. അത് കഴിഞ്ഞ് നല്ലപോലെ സേഫ് ഗെയിമറായിട്ട് വന്നേക്കുന്ന ബിന്നിയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതായിട്ട് വരുന്ന ഫൈനൽ വരാൻ സാധ്യതയുള്ള അക്ബറിന്റെ പേരാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അഭിലാഷ് വന്നു. അപ്പം എല്ലാവർക്കും മനഃപൂർവ്വം കളിക്കുന്ന ആള്, മൊത്തം ആൾക്കാർക്കും ഒറ്റ പേര്, മോസ്റ്റ് ഹേറ്റഡ് നെയിം പിന്നെ അനീഷ്. മോസ്റ്റ് ഹേറ്റഡ് നെയിം എന്ന് പറഞ്ഞാൽ പറയണം അനീഷ് പുള്ളി എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. ഈ അനീഷ് മാത്രമേ ഉള്ളൂ ഷാനവാസിന്റെ പേര് പറഞ്ഞ് ഈ പിന്നെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നു. ബാക്കി 18 പേരാ, 17 പേരും പറഞ്ഞേക്കുന്നത് അതിനകത്ത് ഒറ്റ പേരേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഹീസ് എ ഗുഡ് പ്ലെയർ. ഇവർക്ക് ഇത് പ്രശ്നമാണെന്നും ഇല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം എങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു ഘടകം ഉണ്ടെങ്കിൽ പോലും സെന്റിമെന്റ്സിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വോട്ട് കിട്ടുമ്പോൾ ഇയാൾക്ക് ഇച്ചിരി വോട്ട് കുറഞ്ഞാൽ പോലും ഇയാളൊരു നല്ല പ്ലെയർ ആണ്. ഈ 17 പേരും പറഞ്ഞുകൊണ്ട് ഈ ഒരാളെ പുറത്താക്കും എന്നാരും കരുതണ്ട. അതാണ് ബിഗ് ബോസിന്റെ ഈ 7ന്റെ പണി എന്ന് പറഞ്ഞാൽ. പിന്നെ അനീഷ് വന്നിട്ട് ഷാനവാസിന്റെ പറഞ്ഞു, നല്ലപോലെ കളിക്കുന്ന ആള് ചൈത്യയുടെ പേര് പറഞ്ഞു, ഫൈനലിൽ എത്താൻ ജിസേലിന്റെ പേര് പറഞ്ഞു. പിന്നെ ശാരിക വന്ന് അനീഷ് ആദ്യത്തെ പേരത് തന്നെ, അനുമോള്, ബിന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പിന്നെ നെവിൻ വന്നിട്ട് അനീഷിന്റെ പേര് ആദ്യം പറഞ്ഞു, രണ്ടാമത്തെ ഫൈനലിലെ നല്ല പ്ലെയർ ജിസേൽ എന്ന് പറഞ്ഞു. ശരത് ആൻഡ് അക്ബർ വരുമെന്ന് ഫൈനലിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അത് 1-2 പേര് അങ്ങനെ പറഞ്ഞു, 2 പേരുടെ പേര് പറഞ്ഞു. പിന്നെ അക്ബർ വന്നിട്ട് പറഞ്ഞത് അനീഷ്, നെവിന്, ശരത്ത്. നല്ല ഫൈനലെത്താൻ നെവിന് പറഞ്ഞ ശരത്തിന്റെ പേരാണ് അക്ബർ പറഞ്ഞത്. നെവിൻ വന്നിട്ട് പറഞ്ഞത് പിന്നെ നല്ല പ്ലെയർ അനുമോള്, ജിസേല് ഫൈനലിലെത്താൻ. പിന്നെ ആദിൽ അനൂറ പറഞ്ഞത് പിന്നെ അനീഷ് മോസ്റ്റ് ഹേറ്റഡ് പേഴ്സണ്, നെവിൻ ഗുഡ് പ്ലെയർ, പിന്നെ ശരത്ത് ഫൈനൽ വരാൻ. ഇത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു രീതിയിൽ പറയുന്ന പറഞ്ഞത്. പക്ഷെ പലരും അവരോട് വ്യക്തി അവർക്ക് ഉണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഗെയിം ശരിക്കും പറഞ്ഞാൽ റോങ് ആയി എന്ന് വേണം പറയാൻ. പ്രേക്ഷകർ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ അനീഷിന് വെളി സപ്പോർട്ട് നല്ലതാണെന്ന് നമുക്ക് ഈ ലൈവിന്റെ കമന്റ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതിനൊക്കെ അപ്പുറം ഇവരെല്ലാവരും പറഞ്ഞ് എന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, പേഴ്സണൽ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പക്ഷെ അത് ബിഗ് ബോസ് ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണും. പിന്നെ ശൈത്യ വന്നു, അനീഷിന്റെ പിന്നെ നെവിന്, അഭിലാഷ്, ഇങ്ങനെ അഭിലാഷിന്റെ പേരൊക്കെ ഈ ഫൈനലിലൊക്കെ വളരെ ചുരുക്കേ വന്നിട്ടുള്ളൂ. പിന്നെ രേണുസുതി വന്നിട്ട് അനീഷ്, നെവിൻ, ആദില നൂറയും ഈ ഫൈനൽ ഇതിൽ നമ്മളതാ നോക്കുന്നത്, ഫൈനലിലേക്ക് ആര് വരും എന്നുള്ളത്.
അത് മാത്രം പറയാം. ജിസയിൽ വന്നിട്ട് പറഞ്ഞേക്കുന്ന അക്ബറും ആര്യനും. ആര്യൻ പിന്നെ പേര് കുറച്ചാ വന്നേക്കുന്നത്. ശാരിക പറഞ്ഞേക്കുന്നത് അഭിലാഷ് നിവിൻ. പിന്നെ ഒനിയിൽ വന്നിട്ട് പറഞ്ഞേക്കുന്നത് ജിസേലിന്റെ പേരാണ് ഫൈനലിൽ വരും എന്ന് പറഞ്ഞാൽ നല്ല പ്ലെയർ അനിമോളാണ് പറഞ്ഞത്. അനിമോള് ഫൈനലിൽ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നല്ലപോലെ ഒരു അവരുടെ കരച്ചിലാണേലും അത് കഴിഞ്ഞ് അവർ ഇടപഴകുന്നതും ഇതിനകത്ത് എല്ലാവരും ഇന്ന് പറഞ്ഞതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ ഒരു ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, അത് നമ്മൾ എവിടെ പോയാലും നമ്മളുടെ ഒരു വ്യക്തിത്വം, നമ്മളിനി ഏത് സിംഹക്കൂട്ടി കൊണ്ടിട്ടാലും നമ്മൾ ആ ഒരു ദയ പല കാര്യങ്ങളിൽ കൂടെ സഹവസിക്കുന്നവരുണ്ട്. ഗെയിം വരുമ്പോൾ പോട്ടെ, പക്ഷെ അനീഷിന് ഇല്ലാതെ പോയൊരു ക്വാളിറ്റിയാണ്. അനീഷിനത് പിന്നെ ഗുഡ് പ്ലെയർ ആണ്. അപ്പൊ അതില് ഈ ബിഗ് ബോസിൽ അത് പുള്ളിയുടെ തന്ത്രമാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് നല്ല രീതിയിൽ ഇടപെടേണ്ട സമയത്ത് കിച്ചണിൽ സംശയം വരുമ്പോഴോ അല്ലെ മറ്റു കാര്യങ്ങൾ വരുമ്പോഴോ ഷാനവാസിനെ അല്ലെ ഒനീലിന്റെ അടുത്തൊക്കെ അഭിപ്രായം ചോദിക്കുന്നതും ശരത്തിന്റെ ചോദിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ഇതൊരു ഡ്രാമയാണ് അനീഷ് വിളിക്കുന്നത്. ആ ഡ്രാമ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 70% പുള്ളി വിജയിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന കാര്യവും. പിന്നെ ഈ രേണുസുതിയുടെ ഒന്നും ആരും പേര് പറഞ്ഞിട്ടില്ല. രേണുസുതി ഇപ്പൊ തന്നെ പോകണമെന്നും പറഞ്ഞിരിക്കുന്നതാണ്. അടുത്ത എവിക്ഷനിൽ ഉണ്ടാകും എന്നാണ് മോസ്റ്റ്ലി നമുക്ക് കരുതേണ്ടത്. പിന്നെ ആണുങ്ങളിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് നെവിന് നല്ല ഒരു ഫൈനൽ വരാനുള്ള സാധ്യത ഇന്നത്തെ ഇവരുടെ പറച്ചിൽ തന്നെ വന്നിട്ടുണ്ട്. അക്ബർ, ശരത്ത്, അഭിലാഷൊക്കെ കുറവാണ്. അക്ബറിനും ശരത്തിനും ഒക്കെ ഉണ്ട്. ഒണിയിലൊന്നും ഒരു ഇതിൽ വന്നിട്ടില്ല. പിന്നെ കൂടുതലും വന്നേക്കുന്ന അനിമോടെ പേര് വന്നിട്ടുണ്ട്. അനിമോളും ജസീലും ലേഡീസില്. പിന്നെ ശാരികയുടെ പേര് ആരൊക്കെയോ പറഞ്ഞു. ബാക്കിയുള്ള പിന്നെ റന ഫാത്തിമ, അതുപോലെ ശാരികയുടെ ഒരു പേര് പറഞ്ഞു നമ്മള്. ബാക്കി പലരും ഉണ്ടല്ലോ ഇതിനകത്തില്. പിന്നെ പേരുകളൊക്കെ അങ്ങോട്ട് വരുന്നില്ല. പിന്നെ റന ഫാത്തിമ, ശൈത്യ, അതുപോലെ കലാഭവൻ സരിക, ഇങ്ങനെയൊക്കെയുള്ളവരുടെ പേരുകളൊന്നും ഇതിനകത്ത് വന്നിട്ട് പോലുമില്ല. പരസ്പരം കൊള്ളാവുന്നവരാണെങ്കിലും നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞാലും ഫൈനലിൽ വരാനാണെങ്കിലും ആരെങ്കിലും ഒരാളൊക്കെ നമ്മളെ പറയണ്ടേ അങ്ങോട്ട് പരസ്പരം. ഈ വരാത്ത കുറച്ചു പേരുണ്ട്, അവരായിരിക്കും ഇതിനകത്തില് എന്തുവാ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള എന്ന് മനസ്സിലാക്കണം. എന്തായാലും ശരി, കടുത്ത മത്സരത്തിന്റെ ചില പുതിയ തന്ത്രങ്ങളാണ് ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ടാസ്കിലൂടെ ചെയ്യിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അകത്ത് കിടക്കുന്നവർ ഇവരെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നറിയത്തില്ല. പിന്നെ ബിഗ് ബോസ് ഇതിൻ്റെ ലൈവിലും അതിൻ്റെ കണ്ട് TV വരുമ്പോഴും ഒക്കെ കുറച്ചുകൂടെ എഡിറ്റഡ് ആയിരിക്കും വരുന്നത്. എന്നാൽ പോലും നമുക്കിത് ലൈവ് കാണുന്നവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ബിഗ് ബോസിന്റെ പുതിയ തന്ത്രം ഇന്നിറക്കി. അടുത്ത അപ്ഡേറ്റ് കാണും വരെ നന്ദി, നമസ്കാരം.